ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ വൈകുണ്ഠസ്വാമിയിലുള്ള ഭയത്താൽ രാക്ഷസന്മാരെല്ലാം പുത്രന്മാരും പൗത്രന്മാരും ഒന്നിച്ച് രസാതലത്തിൽ സ്വച്ഛന്തം വിഹരിച്ചു കൊണ്ടുവാണു. ധനനാഥനായ വൈശ്രവണൻ പിതൃനിർദ്ദേശമനുസരിച്ച് ലങ്കാരാജ്യത്തിൽ ജീവികൾക്കെല്ലാം ഹിതമേകി സസുഖം വസിച്ചു. വർഷങ്ങൾ പലത് പിന്നിട്ടു. രജനീചരേന്ദ്രനായ സുമാലി പാതാളത്തിൽ നിന്നും പാരിടത്തിലേക്ക് വന്ന് ചുറ്റി സഞ്ചരിച്ചു. കനകകുണ്ടലങ്ങൾ അണിഞ്ഞവനും കരിങ്കാറൻ തുല്യനുമായ നിശാചര പ്രമുഖന്റെ ഒന്നിച്ച് ഓമനപുത്രിയുമുണ്ട്. താമരപ്പൂവിൽ നിന്നും ജനിക്കാത്ത മഹാലക്ഷ്മിക്ക് തുല്യാണ് ആത്മജ. പിതാവും പുത്രിയും ഒന്നിച്ചങ്ങനെ നടക്കുമ്പോൾ പുലസ്ത്യ മാമുനീന്ദ്രന്റെ പൗത്രൻ വിശ്രവസിനെ കാണുവാൻ പോകുന്നത് കണ്ടു. ചണ്ഡ കിരണ തുല്യനായ വൈശ്രവണൻ പുഷ്പക വിമാനത്തിലാണ് പിതാവിനെ വന്ദിക്കുവാൻ പോകുന്നത്. പാതാളത്തിൽ നിന്ന് ഭൂതലത്തിലെത്തി പര്യടനം ചെയ്യുന്ന സുമാലി രാക്ഷസന്മാരിൽ വെച്ച് ബുദ്ധിമാനാണ്. അസുരവരൻ വൈശ്രവണ യാത്ര കണ്ട് വിസ്മയഭരിതനായി ഞങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി എന്തൊരു നന്മയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചു. ഒന്നിച്ചു തന്നെയുള്ള പുത്രി കൈകസിയോട് ഇപ്രകാരം പറഞ്ഞു: മകളെ, നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുവാനായി ഉള്ള കാലമായി. ഉജ്ജ്വലമായ യൗവനം അതിവേഗം പോകുന്നതാണ്. ഒരാൾ പോലും വിവാഹാർത്ഥിയായി നിന്നെ ചോദിക്കുന്നുമില്ല. അവരുടെ അപേക്ഷയെ ഞാൻ ഉപേക്ഷിക്കുമോ എന്ന് സംശയമായിരിക്കാം. ധർമ്മം ആലോചിച്ച് ഞങ്ങളെല്ലാവരും നിന്നെ ചൊല്ലി പാടുപെടുകയാണ്. ഓമന മകളെ, സർവഗുണസമ്പന്നയായ നീ സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെയാണ്. അഭിമാനം ആഗ്രഹിക്കുന്ന ഏതൊരച്ഛനും കന്യക ദുഃഖഹേതു തന്നെ. പുത്രിക്ക് ഏതൊരുവനെയാണ് വരനായി കിട്ടുക എന്നുള്ള സദാ ചിന്ത അലട്ടിക്കൊണ്ടിരിക്കും. അമ്മയുടെയും അച്ഛൻ്റെയും വരൻ്റെയും വംശത്തെ നിലനിർത്തേണ്ടത് കന്യകയല്ലേ? ഈ 3 വംശക്കാരും കന്യകയെ സംശയദൃഷ്ടിയോടെയാണ് നോക്കുക. അവരെ ശങ്കിപ്പിച്ചുകൊണ്ടാണ് കന്യക വാഴുന്നതും. സച്ചരിതയായ മകളെ, പുലസ്ത്യ മാമുനീന്ദ്രനെ പോലെയുള്ളവനാണ് വിശ്രവസ്. നീ തന്നെത്താൻ ചെന്ന് മഹർഷിവരനെ വരിക്കൂ. ഹേ പുത്രി, തേജസ്സിനാൽ സൂര്യസദൃശനായ വൈശ്രവണനെ പോലെയുള്ള പുത്രന്മാർ നിനക്ക് യതീന്ദ്രനിൽ നിന്ന് ഉണ്ടാകും. പിതൃസ്നേഹത്തിൽ അദ്വിതീയയായ ആ തരുണീരത്നം അച്ഛൻ്റെ വാക്കിലുള്ള വിശ്വാസത്താൽ വിശ്രവസിനെ തപസ്സു ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു നിന്നു. ഹേ രാമ, ആ സമയത്ത് 4ാമത്തെ അഗ്നി പോലെ ജാജുല്യമാനായ വിശ്രവസ് അഗ്നിഹോത്രത്തിന് തയ്യാറായി ഇരിക്കുകയായിരുന്നു. അച്ഛനിലുള്ള സ്നേഹത്താലും വിശ്വാസത്താലും കൈകസി ബ്രഹ്മഋഷി സമീപത്തിൽ ആ ഘോര സമയം മനസ്സിലാക്കാതെ ചെന്നു നിന്ന് ലജ്ജ കൊണ്ട് തല താഴ്ത്തി കാൽ പെരുവിരൽ തുമ്പാൽ മണ്ണിൽ വരച്ചുകൊണ്ടിരുന്നു. അതിസുകുമാരാംഗിയായ ആ പൂർണ്ണചന്ദ്രവദനയോട് സ്വതേജസ്സിനാൽ പ്രദീപ്തനായ ഋഷിവരൻ ഏറ്റവും ഉദാരഹൃദയനായി ചോദിച്ചു: ഹേ മംഗളസ്വരൂപിണി ശോഭനെ, നീ ആരുടെ പുത്രിയാണ്? എവിടെ നിന്ന് എന്തിനായി ഇങ്ങോട്ട് വന്നു? സത്യം പറയൂ. ആ പെൺകുട്ടി തൊഴുതുകൊണ്ട് മറുപടി പറഞ്ഞു: എൻ്റെ ഹൃദയ വിചാരം എന്താണെന്ന് തപപ്രഭാവത്താൽ അവിടത്തേക്ക് അറിയാം. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ പേർ കൈകസി എന്നാണ്. മറ്റുള്ളതെല്ലാം ബ്രഹ്മർഷിവര്യനായ അവിടത്തേക്ക് അറിയാമല്ലോ. മാമുനീന്ദ്രൻ അല്പനേരം കണ്ണടച്ചിരുന്നു. ഇങ്ങനെ തുടർന്നു: ഭദ്രേ, നീ വന്നതിൻ്റെ കാരണം മനസ്സിലായി. സുന്ദരിരത്നമായ നിനക്ക് എന്നിൽ നിന്നും ആത്മജന്മാർ വേണം. എന്നാൽ ഹേ സുകുമാരാംഗി, അതിഘോര സമയത്താണ് നീ വന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പുത്രന്മാർ ഇന്ന തരത്തിലാകുമെന്ന് പറയാം. കേൾക്കൂ. ബന്ധുപ്രിയന്മാരാണെങ്കിലും അതിഘോര രൂപവും സ്വഭാവവും ഒത്തുചേർന്ന ക്രൂര രാക്ഷസ പ്രമുഖന്മാരെയാണ് നീ പ്രസവിക്കുക. ബ്രഹ്മഋഷിയുടെ അരുളപ്പാട് കേട്ട കൈകസി വണങ്ങിക്കൊണ്ട് പറഞ്ഞു: വേദങ്ങൾ വിധിപ്രകാരം ഉച്ചരിക്കുന്ന അവിടുന്നിൽ നിന്ന് ദുർനടപ്പുള്ള പുത്രന്മാർ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭഗവാനെ, പ്രസാദിച്ചരുളനെ. കൈകസിയുടെ അഭ്യർത്ഥന കേട്ട ഋഷി പൂങ്കവൻ വിശ്രവസ് രോഹിണിയോട് ചന്ദ്രൻ എന്ന പോലെ വീണ്ടും തുടർന്നു: ഹേ ശുഭാംഗി, നിനക്ക് അവസാനമുണ്ടാകുന്ന പുത്രൻ എൻ്റെ വംശത്തിന് യോജിച്ച ഉത്തമനായി തീരും. സംശയമില്ല. ഭഗവാൻ വിശ്രവസിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കൈകസി ആശ്രമത്തിൽ വസിച്ചു. അല്പകാലത്തിനുള്ളിൽ കണ്ടാൽ ഭയപ്പെടുത്തക്ക ഘോരനായ ഒരു രാക്ഷസ പ്രജയെ അവൾ പ്രസവിച്ചു. നീലാഞ്ജനവർണം, 10 തല, വലിയ ദംഷ്ട്രങ്ങൾ, ചുവന്ന ചുണ്ട്, വലിയ മുഖം, എരുത്തി പോലെയുള്ള കേശം, 20 കൈകൾ. ഇങ്ങനെ അത്ഭുതപൂർവമായ രൂപത്തിലാണ് സീമന്ത സന്താനം കൈകസിക്ക് ജനിച്ചത്. അവൻ ജനിച്ച സമയത്ത് തീ വിഴുങ്ങുന്ന കുറുക്കന്മാർ മാംസ ഭക്ഷണാശയോടെ
അപ്രദക്ഷിണമായി നടന്നുവത്രേ. കാർമേഘത്തിൽ നിന്ന് പെയ്തത് രക്തബിന്ദുക്കളാണ്. അതിഭീകരമായിട്ടാണ് ഇടിനാദമുയർന്നത്. സൂര്യന്റെ നിറം മങ്ങി. വൻ കൊള്ളിമീനുകൾ പാരിടത്തിൽ പതിച്ചു. ഭൂവലയം തന്നെ ചലിച്ചു. അതിഘോരമായി കാറ്റടിച്ചു. കലങ്ങിയ നദീയോഗത്താൽ കൂടി മാറ്റം വരാത്ത സാഗരം കലങ്ങി. ആ അതുല്യ ബാലന്റെ പിതാമഹ തുല്യനായ വിശ്രവസ്, 10 മുഖങ്ങളോടുകൂടി ജനിച്ച ഇവൻ ദശാസ്യൻ എന്ന പേരിൽ പ്രസിദ്ധനാകുമെന്ന് അരുളി ചെയ്തു. രണ്ടാമത്തെ പുത്രൻ അമിത ബലവാനായ കുംഭകർണനാണ്. ഇവനേക്കാൾ വലിപ്പമുള്ള ഒരുവൻ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. തൊട്ടുണ്ടായത് വികൃതവദനയായ ശൂർപ്പണഖ. അവസാനത്തെ പുത്രനായി ധർമ്മകർമ്മ നിരതനായ വിഭീഷണൻ സംജാതനായി. ആ സ്വാത്വിക കുമാരൻ ജനിച്ചപ്പോൾ പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവന്മാർ പെരുമ്പറ മുഴക്കി. നല്ലവൻ നല്ലവൻ എന്നിങ്ങനെയുള്ള ശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ആ ഘോരാരണ്യത്തിൽ പാരിടത്തിനാകെ ഭയമേകുന്ന ദശാസ്യനും കുംഭകർണനും അത്യുജ്വല തേജസ്സോടെ വളർന്നു വന്നു. ഏറ്റവും വലിയ ശരീരമുള്ള കുംഭകർണൻ ധാർമ്മിക കൃത്യനിരതരും തപോനിഷ്ഠരുമായ താപസേന്ദ്രന്മാരെ പിടിച്ച് ഭക്ഷിച്ചിട്ടും തൃപ്തിപ്പെടാതെ 3 ലോകവും ചുറ്റിത്തിരിഞ്ഞു നടന്നു. സദാചാര തൽപരനും ധർമ്മത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാത്തവനുമാണ് വിഭീഷണൻ. ആഹാരാദികളിൽ നിയമം ഉള്ളവനായും ഇന്ദ്രിയങ്ങളെ ഒരുക്കിയവനായും സദാ വേദാധ്യയനാദികൾ ചെയ്യുന്നവനായും അദ്ദേഹം വസിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.